ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വളരെ സ്വാദിഷ്ടമായ അരിപ്പൊടി വെച്ചിട്ട് അഥവാ റൈസ് ഫ്ലോർ വെച്ചിട്ട് എങ്ങനെ ഉപ്പുമാവ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ കൂടെ കാണാം, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അരിപ്പൊടിയിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ഗ്ലാസ് പാലാണ്. അത് സാദാ പാലാണ് കേട്ടോ, പാക്കറ്റ് പാലായാലും കുഴപ്പമില്ല, തിളപ്പിച്ചതൊന്നുമല്ല, സാദാ പാലാണ്. നമുക്ക് പാല് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ വളരെ സോഫ്റ്റായിട്ട് നമുക്ക് ഈ ഉപ്മാ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ഉണ്ടാവും, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. പാലില്ലാത്തവർക്ക് പച്ചവെള്ളം കൂടെ ചേർക്കാം. പക്ഷെ പച്ചവെള്ളത്തിൻ്റെ ആ ഒരു ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഭയങ്കര ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. ഇതിന് ടേസ്റ്റും വരില്ല, ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ പാല് കൊണ്ട് തന്നെ നമ്മൾ ഈ അരിപ്പൊടി ദോശയുടെ ഒക്കെ ഒരു പരുവത്തിൽ നമുക്ക് കലക്കിയെടുക്കാൻ നോക്കുക. പാൽ തന്നെ, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പം പാല് ഞാനിവിടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഏകദേശം നമ്മൾ ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിലുള്ള ഒരു മിക്സ് ആയിരിക്കണം കേട്ടോ. അങ്ങനെ കുഴച്ചെടുക്കണം. അപ്പോൾ അതേ ഇതുപോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമുക്ക് ആവശ്യത്തിന്, നമുക്കറിയാലോ എത്രത്തോളം ഉപ്പ് വേണമെന്ന്, അങ്ങനെ ഞാനിപ്പോൾ 1 ടീസ്പൂണോളാണ് ഇട്ടിരിക്കുന്നത്. ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാൻ അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചുവന്ന മുളകാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 1 പച്ചമുളകും 1 പിടി വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സവാള അരിഞ്ഞ് വെച്ചത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വരുന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ കയ്യിൽ 1 ക്യാരറ്റ് ഉണ്ടായിരുന്നു, 2-3 ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. എങ്കിലും പച്ചക്കറിയല്ല, നമ്മൾ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്നുകൂടെ കളർഫുള്ളാകാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിട്ട് കൊടുത്തിട്ട് ഇതിന് വേണ്ട കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ 2 പിടിയോളം തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. എങ്കിലും മൊത്തത്തിലൊരു വെറൈറ്റിയാണ്. ഉപ്മാ ഉണ്ടാക്കുമ്പം എല്ലാവരും തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ടാവാം. പക്ഷേ ഇതിനകത്ത് ഈ പാലൊഴിച്ചിട്ടുള്ളത് കൊണ്ട് തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും, നമ്മളെ സാദാ പാലിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും. ഒരു വെറൈറ്റിയാണ് മൊത്തത്തിൽ. അപ്പം അതൊന്ന് ഇട്ടിട്ട് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ദോശമാവ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ നന്നായി കുറച്ച് വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം പിന്നീടുള്ള കുക്കിങ്ങൊക്കെ, കാരണം ഇത് പെട്ടെന്ന് കുക്കാവും. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ലോ ഫ്ലെയിമിൽ. നന്നായി വേവും വേണം. അപ്പോൾ അരിപ്പൊടി നന്നായിട്ട് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ അതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതെ നമ്മൾ അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാ റവ കൊണ്ടൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ അരിപ്പൊടി വെന്ത് കിട്ടാൻ കുറച്ച് ടൈമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കും തോറും ഇതിങ്ങനെ കട്ട പിടിച്ചിട്ട് വരും. അപ്പോൾ അതാണ് അതിൻ്റെ പരുവം. വേവും തോറുമാണ് അത് കട്ട പിടിച്ചിട്ട് വരുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതേ ഏകദേശം ആയിട്ടുണ്ട്. ഉപ്മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേ പരിവാകുമ്പം അത് റെഡിയായി കഴിഞ്ഞു. പിന്നീട് നമുക്ക് കത്തിക്കേണ്ട ആവശ്യമില്ല, തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമുക്ക് നമ്മുടെ സ്വാദിഷ്ടമായ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പാലും അതുപോലെ അരിപ്പൊടിയും ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ തന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ വിവരം തരാം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു ഡിഷുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും.